എനിക്ക് നന്ദി പറയാനുള്ളത് അനുമോളോടാണ്. ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചു. അവളുടെ തന്നെ ഞാൻ പല പ്രാവശ്യം മാനിപ്പുലേറ്റഡ് ആയി പോയിട്ടുണ്ട്. ജോക്കില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. അനുമോള് തന്നെയല്ല പഠിപ്പിച്ചത്, താൻ വ്യൂവേഴ്സിന് ഇത് കാണുന്ന പ്രേക്ഷകരെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആദില പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആവുന്ന ഒരു വ്യക്തിയാണ് എന്ന് ആദില ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞപ്പോൾ വളരെ പേഴ്സണൽ എന്താ പറയാ, വളരെ പേഴ്സണൽ മോശം ചീപ്പ് കമന്റ്സ് ആൻഡ് DMs വന്ന തുടങ്ങി. ദാറ്റ് ടു ഫ്രം ദ ഫേക്ക് അക്കൗണ്ട്സ്. എനിക്ക് സത്യം പറയാൻ എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല. ഞാനും അതുപോലെ കൂടെ ഫാമിലിയും കുറേ ഫേസ് ചെയ്യേണ്ടി വന്നു. ഇത് ആരുടെ PR ആണ്, ഏത് PR ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഐ എം നോട്ട് സെയിങ് ഹിയർ. ഇപ്പൊ അനുമോള് ജയിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെന്താ പറയാറ്, PR-ന്റെ ബലം കൊണ്ടാണ് ജയിച്ചത്, PR-ന്റെ ബലം കൊണ്ടാണ് ജയിച്ചത്. എല്ലാവരും പറയുന്നു അവനവന്റെ ജീവിതത്തെ കുറിച്ച്. ഈ അനുമോക്ക് എന്താ ജീവിതമില്ലേ? നിങ്ങൾ പറയുന്ന പോലെ തന്നെ അക്ബറിന്റെ ഫാൻസ്, അപ്പാനി ഫാൻസ്, ആദില നൂറ ഫാൻസ്, അനീഷ് ഫാൻസ്, ഷാനവാസ് ഫാൻ, ഇവരെല്ലാവരും തന്നെ അനുമോള പ്രവർത്തികൾക്ക് അനുമോളെ ഡിഗ്രേഡ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അനുമോക്ക് പുറത്തൊരു ലൈഫില്ലേ? അനുമോള് സൈബർ ബുള്ളിങ്ങിന് ഇരയാവുന്നില്ലേ? അനുമോളെ ഫാമിലി ഇരയാവുന്നില്ലേ? നിങ്ങൾ അതൊന്നും കാണുന്നില്ലേ? ട്രോൾസ്, പിന്നെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തോ ഒരു അനുമോൾക്ക് എതിരെ ഉണ്ട്, എഗെയിൻസ്റ്റ് ഉണ്ട്. അവരൊരു സ്ത്രീയല്ലേ, അപ്പൊ അവർക്ക് ഈ സൈബർ ബുള്ളിയും കാര്യങ്ങളൊന്നും ബാധകമല്ലേ? നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ ഫാമിലിക്കും അനുമോൾ ഒഴികെ ബാക്കി കണ്ടസ്റ്റൻസിന് മാത്രമേ ഇതൊരു ബാധകമായിട്ടുള്ളൂ. അക്ബറിന്റെ ഒക്കെ വിചാരം അവർക്ക് മാത്രമേ ലൈഫ് ഉള്ളൂ. അവർ തിരിച്ചു പറയുന്ന സമയത്ത് തൊലയുന്നത് മറ്റൊരാളുടെ ലൈഫാണെന്ന് അവർ അറിയുന്നില്ല.